എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 1960 ഓഗസ്റ്റിലെ അഖണ്ഡജ്യോതിയുടെ താളുകളിലൂടെ ഒരു യാത്ര പോവുകയാണ്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമാചാര്യജിയുടെ വാക്കുകളാണിവ. കാലം എത്ര കഴിഞ്ഞാലും ഒട്ടും പ്രസക്തി കുറയാത്ത ആ ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചിറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ എത്ര ശക്തമായൊരു ഉദ്ധരണിയോടെയാണെന്ന് നോക്കൂ. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അത് ശുദ്ധമായ ഒരു ചിന്തയാണ്. അത് നമ്മളെ തന്നെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും ഒരുപോലെ രൂപപ്പെടുത്തും. അതെ, എല്ലാ മാറ്റങ്ങളുടെയും തുടക്കം നമ്മുടെ ചിന്തകളിലാണ് എന്ന ആ വലിയ സത്യത്തിലേക്കാണ് ഇത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ അഖണ്ഡജ്യോതിയുടെ ലക്ഷ്യം? ഇത് കേവലം ഒരു മാസികയാണോ? അല്ലേ അല്ല. വ്യക്തിപരമായ തലത്തിലും അതുപോലെ സാമൂഹിക തലത്തിലും ഒരു വലിയ മാറ്റത്തിന് വഴികാട്ടുന്ന ഒരു ദീപശിഖയാണിത്. ഒരു പുതിയ യുഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടി തന്നെ. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ശാശ്വതമായ ജ്വാലയിൽ നിന്നുള്ള പ്രകാശം. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ശുദ്ധമായ ഒരു ചിന്തയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്നാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: വിചാരക്രാന്തി, അതായത് ചിന്താ വിപ്ലവം. ഇതാണ് ശരിക്കും ഈ ദൗത്യത്തിന്റെയെല്ലാം ആണിക്കല്ല്. എന്താണിതെന്നല്ലേ? വളരെ ലളിതമാണ്, പക്ഷെ അത്രയേറെ ശക്തവുമാണ്. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ എപ്പോഴാണോ മാറുന്നത്, അപ്പോൾ മുതൽ നമ്മുടെ പുറമെയുള്ള ലോകവും പതിയെ മാറാൻ തുടങ്ങും. കാരണം ചിന്തകൾ വെറുതെ വന്നു പോകുന്ന ഒന്നല്ല, അത് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വലിയ ഊർജമാണ്. ഈ ഒരു താരതമ്യം നോക്കൂ. ഇത് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് രണ്ട് വഴികളുണ്ട്. ഒന്ന് നല്ലതിലേക്ക് നയിക്കുന്നത്, മറ്റൊന്ന് മോശമായതിലേക്കും. ഓരോ വശത്ത് നല്ല ചിന്തകൾ നമ്മുടെ ഇച്ഛാശക്തി കൂട്ടുന്നു, സമാധാനം തരുന്നു, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ മറുവശത്തോ, വിനാശകരമായ ചിന്തകൾ നമ്മുടെ ദൃഢനിശ്ചയത്തെ ഇല്ലാതാക്കുന്നു, മനസ്സിൽ ഉത്കണ്ഠ നിറയ്ക്കുന്നു, നമ്മളെ ഒരേടത്ത് തളച്ചിടുന്നു. അപ്പോ നമ്മുടെ മാനസിക ലോകമാണ് നമ്മുടെ ജീവിതത്തെ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഓരോ നിമിഷവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചിന്തകൾ അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ വലിയ ചിന്താവിപ്ലവം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? പുറത്തെവിടെങ്കിലും നിന്നാണോ? അല്ല, അത് തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ആത്മപരിഷ്കരണത്തിന്റെ രസതന്ത്രം, അതായത് വ്യക്തിഗത പരിവർത്തനത്തിന്റെ ആന്തരിക പ്രവർത്തനം. നമ്മുടെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിക്കുമ്പോഴാണ് ശരിക്കുള്ള മാറ്റം തുടങ്ങുന്നത്. നമ്മുടെ ഉള്ളിലെ വളർച്ചയ്ക്ക് ചില തൂണുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആത്മീയതയും ധ്യാനവും, പിന്നെ നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നത്, ഇച്ഛാശക്തിയും മനോശക്തിയും കൂട്ടുന്നത്, ഉപാസന, സാധന, സ്ട്രെസ് മാനേജ്മെന്റ്, അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നത്. ഇവയെല്ലാം വെറും ആശയങ്ങളായി കണ്ടാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പരിശീലിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ആത്മീയ യാത്രയെ വളരെ മനോഹരമായി 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഉപാസന, അതായത് ദിവ്യമായ ഉറവിടത്തോട്, ഈശ്വരനോട് അടുത്തിരിക്കുക. രണ്ടാമത്തേത് സാധന, ഇത് ആത്മശുദ്ധീകരണത്തിനായുള്ള നമ്മുടെ ചിട്ടയായ പരിശീലനമാണ്. മൂന്നാമത്തേത് ആരാധന, അതായത് നിസ്വാർത്ഥമായി മറ്റുള്ളവരെ, ഈ ലോകത്തെ സേവിക്കുക. കണ്ടില്ലേ, ഉള്ളിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് ഒഴുകുന്നൊരു പുഴ പോലെയാണത്. ധ്യാനത്തെക്കുറിച്ച് എന്ത് മനോഹരമായൊരു കാഴ്ചപ്പാടാണത്! യഥാർത്ഥ ധ്യാനമെന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒന്നല്ല, മറിച്ച് നമ്മളെ തന്നെ ധൈര്യത്തോടെ നേരിടുന്നൊരു പ്രക്രിയയാണ്. ഇത് വെറുതെ കണ്ണടച്ച് റിലാക്സ് ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്താനുമുള്ള ഒരവസരമാണ്. അപ്പൊ ശരി, നമ്മളെ തന്നെ നന്നാക്കി. അതുകൊണ്ടെന്ത് കാര്യം? ഈ മാറ്റം നമ്മളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ? ഒരിക്കലുമില്ല. ആത്മീയ സാധനയായി സേവനം, നമ്മുടെ ഉള്ളിലെ വെളിച്ചം ഈ ലോകത്തേക്ക് എങ്ങനെ പ്രസരിപ്പിക്കാമെന്നോക്കാം. കാരണം ഉള്ളിലെ ദീപം പുറത്തേക്കും വെളിച്ചം നൽകണ്ടേ? അവിടെയാണ് യുഗനിർമ്മാൺ യോജന എന്ന മഹത്തായ ദൗത്യം വരുന്നത്. അതായത് യുഗപുനർനിർമ്മാണത്തിനുള്ള പദ്ധതി. ഇത് ഓരോ വ്യക്തിയുടെയും വളർച്ചയെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയുമായി ബന്ധിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിയിലും നല്ല ചിന്തകളും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും വരുമ്പോൾ ഈ കാലഘട്ടം തന്നെ, ഈ യുഗം തന്നെ പുനർനിർമ്മിക്കപ്പെടും. അതാണ് ഇതിന്റെ വലിയ കാഴ്ചപ്പാട്. അപ്പോ നമ്മൾ വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് എങ്ങനെയായി എത്തുന്നത്? നോക്കൂ, സാമൂഹിക പുരോഗതി, യുഗനിർമ്മാണം, സ്ത്രീ ശാക്തീകരണം, ഓരോ മനുഷ്യന്റെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നത്, കുടുംബ ബന്ധങ്ങളിലെ സ്നേഹവും ഐക്യവും, അവസാനം ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കി മാറ്റുക. ഇതെല്ലാം ഈ വലിയ ദൗത്യത്തിന്റെ പ്രായോഗികമായ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് വെറുമൊരു ആത്മീയ ചിന്ത മാത്രമല്ല,
ലോകത്തെ മാറ്റാനുള്ള ഒരു കർമ്മ പദ്ധതി കൂടിയാണ്. ശരി, അപ്പൊ നമ്മള് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളുടെയെല്ലാം ഒരു സത്ത എന്താണെന്ന് നോക്കാം. ഈ കാലാതീതമായ സന്ദേശത്തിന്റെ ഒരു സംഗ്രഹത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ അഖണ്ഡ ജ്യോതിയുടെ പ്രധാന സന്ദേശം എന്താണ്? ഒന്നാമതായി, എല്ലാ മാറ്റവും തുടങ്ങുന്നത് ഒരു ചിന്താ വിപ്ലവത്തിൽ നിന്നാണ്. രണ്ടാമതായി, ചിട്ടയായ സാധനയിലൂടെ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. മൂന്നാമതായി, ആ മാറ്റം നമ്മളിൽ ഒതുങ്ങരുത്, അത് നിസ്വാർത്ഥമായ സേവനമായി സമൂഹത്തിലേക്ക് ഒഴുകണം. ഇതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യമോ? യുഗനിർമ്മാണം, അതായത് നമ്മുടെ ഈ കാലഘട്ടത്തെ തന്നെ പുനർനിർമ്മിക്കുക. ഇതാണ് അലളിതവും ശക്തവുമായ പാത. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. നിങ്ങൾ ഇന്ന് ഏത് ശാശ്വതമായ ജ്വാലയാണ് നിങ്ങളുടെ ഉള്ളിൽ പരിപാലിക്കാൻ പോകുന്നത്? നല്ല ചിന്തയുടെ, സ്നേഹത്തിന്റെ, സേവനത്തിന്റെ ഏത് ജ്വാലയാണ് നിങ്ങൾ ഇന്ന് ജ്വലിപ്പിക്കാൻ പോകുന്നത്? ആ ജ്വാല, അത് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിനും ഒരുപോലെ പ്രകാശമായി മാറട്ടെ.